റെഡിയാണോ കുട്ടാ? യെസ് കുട്ട. വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. സോ നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ആണ് അത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഞങ്ങൾ ഒരു ടെമു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മീഷോ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലത്തെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അത് ഞങ്ങൾ ചുമ്മാ ഇരുന്നപ്പോ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാം, കാശിന്റെ കാണിച്ചു തരാം നമുക്ക്. അപ്പം ഇന്ന് കാലത്തെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾക്ക് റിംഗ് ലൈറ്റ് അല്ല ഇത്, ആക്ച്വലി ഇത് കാണിക്കാല്ലേ, ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു ബൾബാണ്. ഇത് ആക്ച്വലി നല്ല ഹെവി വെയിറ്റ് ആയതിന്. അപ്പൊ ഇവിടെ ഇരുന്നപ്പോ ഞങ്ങക്ക് റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ അങ്ങനെ വെളിച്ചത്തിന് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി നമ്മളെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് വേറെ വീട്ടിൽ ഒരു ചെയറേ ഉള്ളൂ, നമ്മൾ പിന്നെയാണ് റിയലൈസ് ചെയ്തത്. അതുകൊണ്ട് നമ്മളിപ്പോ താഴെ വീഡിയോ എടുക്കുന്നത്. നമുക്ക് വീഡിയോ വേറെ എല്ലാ വാൾസിലും ആദ്യം ഇരുന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോരോ ദിവസം ഇങ്ങനെ ജോലിക്ക് പോയിട്ട് ഓരോരോ ഡെക്കറേറ്റ് ചെയ്ത് ആദ്യം വെച്ചിരിക്കും. അപ്പൊ ഞങ്ങള് പക്ഷെ ഇതെല്ലാം ടെമൂന്നാണ് മേടിച്ചത്. പക്ഷെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എല്ലാ ലിങ്കും കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾ ഡയറക്റ്റ്ലി കയറി വാങ്ങിക്കാം. പക്ഷെ അന്ന് കഴിഞ്ഞ ഒരു ഷീൻ ഹോൾ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ ചെയ്തതിന് ശേഷം അവർ കുറേ എല്ലാം മൂവ് ചെയ്തു, എല്ലാ പ്രോഡക്ട്സും അവർ ചെയ്തു. ഷെയ്ൻ ഇവിടെ എന്തോ ഒത്തിരി ബാക്ക്ലാഷും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. എന്തൊക്കെയോ എല്ലാ പ്രോഡക്ട്സും നമ്മൾ ബാഗ് നോക്കുമ്പോൾ പിന്നെ ബാഗില്ല, പിന്നെ ഡ്രസ്സില്ല, എല്ലാം അവർ മൂവ് ചെയ്ത് എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇപ്പം കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ ഷീനിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡ്രസ്സസിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊരു കൊച്ചു ജീൻസ് ഇത്രയുള്ള ട്രൗസർ. ബട്ട് ഇത് എടുക്കാൻ കാരണം എംബ്രോയിഡറി ഉണ്ട് 2 പോക്കറ്റിന്റെ സൈഡിൽ, ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് പോക്കറ്റില്. ഇങ്ങനെ ഒരു പോക്കറ്റിലേ ഉള്ളു കേട്ടോ, ബാക്കിൽ 2 സൈഡിലും ഉണ്ട്. ഇത് ആക്ച്വലി അത്ര വലിയ പ്രൈസ് ഒന്നും ആയിട്ടില്ല, 10 യൂറോ 15 യൂറോയ്ക്കകത്ത് ആയിട്ടുള്ളൂ. ഇത് ഞാൻ പക്ഷെ ഇട്ടിട്ടില്ല ഇതുവരെയായിട്ടും. ഇപ്പൊ ഇവിടെ നല്ല സമ്മർ തുടങ്ങി. ഇപ്പം രാത്രിയായി, എന്നാലും ഇവിടെ ഒരു വീട്ടിലും ഫാൻ, നമ്മൾ സീലിംഗ് ഫാൻ ഒന്നുമില്ല, എല്ലാവരും അല്ലാണ്ട് ടേബിൾ ഫാൻസ് മേടിച്ച് വെക്കുന്നതാണ്. ബിക്കോസ് ഇവിടെ മോസ്റ്റ് മന്ത്സും വിന്റർ ആണല്ലോ, ഒരു 2-3 മാസത്തെ സമ്മർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചൂട് സമയം കൂടുതലായതുകൊണ്ട് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ വിന്ററിനെ കംപ്ലൈന്റ് ചെയ്തു, ഇനി ഞങ്ങൾ സണ്ണിനെ കംപ്ലൈന്റ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പ്. ആക്ച്വലി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട് പോലെ സ്ലീവ്ലെസ് ആണ്. നമുക്ക് ലോങ് ജീൻസിന്റെ കൂടെ നമുക്ക് കാണുമ്പോൾ തിന്നാണെന്ന് തോന്നും, പക്ഷെ ആക്ച്വലി നല്ല തിക്ക് മെറ്റീരിയൽ, കുറച്ച് തിക്ക് മെറ്റീരിയൽ തിരിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഈ കുഞ്ഞ് ജീൻസിന്റെ കൂടെ അല്ലെങ്കിൽ ഹൈ വേസ്റ്റ് ജീൻസിന്റെ കൂടെ ഇതിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടമല്ലേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നു ഒരു 2 ഡ്രസ്സാണ് അല്ലേ. പക്ഷെ ഈ ഡ്രസ്സ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു, ആ ഇമേജിൽ കാണാൻ. പക്ഷെ നേരിട്ട് എനിക്ക് തോന്നുന്നു ഫോണിൽ കാണാനും ഇത് ആക്ച്വലി നല്ല ഭംഗിയാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോ ഇതിന് എന്തോ ഒരു പ്രശ്നം. ബിക്കോസ് വന്ന സമയത്ത് എനിക്ക് ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞു ഇതാണ് ഡ്രസ്സ്. കഴുത്തൊക്കെ നല്ല ഭംഗിയായി, ഇത് ഇലാസ്റ്റ് പോലെ നിന്നോളുവേ. പക്ഷെ ഇത് നേരിട്ട് കാണാൻ ഇതിന്റെ പ്രിന്റ് നമുക്ക് തോന്നും ഒരുമാതിരി ഒരു മറ്റേ, ഞാൻ പറയാം ഒരു എക്സാമ്പിള്, നമ്മളെ അമ്മാമ്മമാരൊക്കെ പോളിസ്റ്റർ സാരി, ഒഴുകി കിടക്കുന്ന സാരി എടുക്കില്ല, ആ ഒരു കളറാണ്, ഒരു പ്രിന്റ് പോലത്തെ. പക്ഷെ മെറ്റീരിയൽ അങ്ങനെയല്ല, പോളിസ്റ്റർ കുഴപ്പമില്ല. അത്ര പ്രൈസ് ഇല്ല, നമ്മൾ 7 യൂറോ 6 യൂറോ സംതിങ് ഒക്കെ ഉള്ളു. അപ്പൊ പിന്നെ നമ്മൾ കൊള്ളാം കണ്ടെടുക്കുന്നതാണ്. അടുത്തതും ഇതും
ഡ്രസ് ഈ സമ്മർ ബീച്ച് വേറൊക്കെ നമ്മൾ പോകുന്നില്ല ബീച്ചിന്റെ ഡ്രസ്സൊക്കെ നമ്മൾ മേടിച്ച് വെച്ചേക്കും. അത് നാട്ടിലെങ്ങനെ പോകുമ്പം ബീച്ചിൽ പോകപ്പെട്ടോ. ഇത് നമ്മളിങ്ങനെ ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെ വള്ളി വന്നിട്ട് പുറകിൽ വള്ളി വന്നില്ല. ഓക്കെ, 2 വള്ളി. ഓക്കെ, ഇതാണ് ഇതിന്റെ കഴുത്ത്, ഈ കഴുത്ത്. പിന്നെ നമ്മള് ഫ്രോക്ക് പോലെ ഇങ്ങനെ വരും. ഇതിന്റെ ഇടയിൽ വേറെ വേറെ ഡിസൈൻസ്. ഓക്കെ, ഇതപ്പോ പേര് ഒരു ഉടുപ്പ്. ഇതിൻ്റെ എല്ലാം ഞങ്ങൾ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തേക്കാം. പക്ഷേ നമുക്ക് നാട്ടിൽ ഇത് സിമിലർ ആയിട്ടുള്ളത് മേടിക്കാൻ പറ്റുമല്ലേ? ഇൻ കേസ് ഇപ്പം ഐഡിയലി നാട്ടിൽ ഐ തിങ്ക് തെമു കിട്ടത്തില്ലല്ലോ. നാട്ടില് തെമു ഇല്ലല്ലോ. അപ്പം മേ ബി ഇതിന്റെ ഗൂഗിൾ സെർച്ച് ഒക്കെ വെച്ച് സിമിലർ ആയിട്ട് മീഷോയിലോ ആമസോണിലോ, മീഷോയിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലൊക്കെ ഇതിന്റെ സിമിലർ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നല്ലത് പ്രൈസ് വേരിയേഷൻ എന്തായാലും കാണും. ക്വാളിറ്റി ഒക്കെ നല്ലതായിരിക്കും. അടുത്ത നമ്മൾ ഐ തിങ്ക് ഡ്രസ്സൊക്കെ തീർന്നോ? ഇനി എന്തോ ഇത് ഡ്രസ്സാണ്. ഓക്കെ, ഇത് ആക്ച്വലി എനിക്ക് ഡെനിം ജാക്കറ്റ് ഇല്ല. ആരൊക്കെ ഡെനിം ജാക്കറ്റ് ഉണ്ട്, ഞാൻ അവളുടെ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് മാറ്റിയിടാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇനിയിപ്പം ജാക്കറ്റ്സിന്റെ ഒന്നും ആവശ്യമില്ല. ജാക്കറ്റിന് ആവശ്യം തീർന്നപ്പോൾ ഞാൻ ജാക്കറ്റ് മേടിച്ചു. അടുത്തോട്ട് ഉപയോഗിക്കാമല്ലോ. പക്ഷെ ഇതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഇത് മീഡിയം ആണ് സൈസ്, ഏഷ്യൻ മീഡിയം. കൊള്ളാം. ഇട്ട് നോക്കിയായിരുന്നു ഞാൻ. ബാക്ക് ബട്ടൺസ് വരുന്നുണ്ട് ഫ്രണ്ടില്. ഇവിടെ ഇങ്ങനെ പോക്കറ്റ് വരുന്നത്, അല്ലാണ്ട് പോക്കറ്റ്സ് ഇല്ല. ഓപ്പൺ ഒക്കെ ചെയ്തിട്ട് പെയർ ചെയ്യാനൊക്കെ നല്ല നല്ല രസമാണ്. ബട്ടൺസ് ഇങ്ങനത്തെ ബട്ടൺസ് ആയിരുന്നു. കൊള്ളാം. ഓക്കെ, ഇതൊരു ടാബിന്റെ കവറാണ്. ആദ്യ റൂം മൊത്തം ലവ് വെച്ച് നിറയ്ക്കുകയാണ്. ലവ് ഇല്ലാത്ത നമ്മൾക്ക് എന്തിനാ നിർത്തി. പക്ഷെ ഞാൻ ഇത് ആക്ച്വലി നല്ലതാണ്. ഇത് സാംസങ്ങിന്റെ ടാബ് കവറാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ ആണ്. €6 €7 സംതിങ്ങേ ഉള്ളൂ ഇതിന്. അപ്പം നാട്ടിൽ ഞാൻ നോക്കിയപ്പോൾ നാട്ടിൽ ഈ ടാബ്ലറ്റ് കവർ അവൈലബിൾ അല്ല. എന്ന് വെച്ചാൽ ഉള്ളത് നമ്മൾ ഈ ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന പോലത്തെ അടച്ചു തുറക്കുന്നേ അതേപോലത്തെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നാട്ടിൽ. അപ്പം നമുക്ക് സ്റ്റിക്കൊക്കെ വെക്കാൻ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളത് മേടിക്കുമ്പം ആക്ച്വലി നല്ല കവറാണ്. കളർ ഇഷ്ടം, നല്ല. ഇനി നമുക്ക് കുറച്ച് ഫോൺ കവറൊക്കെ നോക്കാമേ. ഇത് സാംസങ്ങിൻ്റെ ഫോൺ. എനിക്ക് ആക്ച്വലി 2 ഫോണുണ്ട്, ഒന്ന് ആൻഡ്രോയിഡും ഒന്ന് ഐഫോണും. അപ്പം അതിന് 2നും ഞാൻ കവർ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി നല്ല ഭംഗിയാണ്. ഞാൻ ഇപ്പം യൂസ് ചെയ്തിരിക്കുന്നതും ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ വന്നിട്ടുള്ള അത്. പക്ഷെ ഞാൻ H&M വാങ്ങിയതാണ്. ഇത് പിന്നെ ഞാൻ കണ്ടപ്പോൾ കൊള്ളാം, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലല്ലേ, നല്ല ഭംഗിയില്ലേ, ഹണി ബി ഒക്കെ വന്നിട്ട്. പിന്നെ ഒരെണ്ണം ഇത് ഒരെണ്ണം അങ്ങനെ ഹണി ബി ഉള്ളതാണ്. ഇത് ഹാങ്ങിങ് ഉണ്ട്. ഇത് പിന്നെ അതിനെക്കാട്ടിൽ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയതോ. നോക്ക്, നല്ലല്ലേ, ട്യൂലിപ്സിന്റെ അറ്റാച്ച് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. ഇതിപ്പം ഇവിടെ ഇത് മോസ്റ്റ്ലി കോമൺ ആണ്. ആൾക്കാർ തലയിൽ കൂടെ ഇടുന്നത്, കൈ കൂടെ ഇടുന്നത്, നെഞ്ചത്തോടെ ഇടുന്നത് എല്ലാം അവര് യൂസ് ചെയ്യാറുണ്ട്. കാരണം പിക് പോക്കറ്റിങ് ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കാര്യത്തിൽ ഇങ്ങനെ തൂക്കിയിടുന്ന പോലെ ഹ്യൂജ് ചെയിൻസ് വാങ്ങിച്ചു. പിന്നെ വേറൊരു റീസൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ട്രാം കാർഡ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർ മോസ്റ്റ്ലി ഫോണിൻ്റെ ബാക്കിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യാൻ ഈസി ആണല്ലോ, അതുകൊണ്ട്. ഓക്കെ, അടുത്തത് വന്ന് ഈ കുഴപ്പമില്ല. ഇത് ഒരു സൺഗ്ലാസിൻ്റെ കവറാണ്. അപ്പം ഞാൻ ഭയങ്കര ചീപ്പായിട്ട് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടോ. ഇത്
ഇത് ഐ ഷാഡോ പാലറ്റാണ്. ഞാനൊന്നും പൊട്ടിച്ചിട്ടില്ല. ആക്ച്വലി നല്ല രസമുണ്ട് കാണാൻ. ഇതിനകത്തിൽ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, ഗ്ലിറ്ററിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയതാണ്. ഇതിന് ടെമൂന്നാണ് വാങ്ങിയത്. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അത് ആക്ച്വലി ഡ്രസ്സ് ഒന്നത് കൂടിയുണ്ട്. മറ്റേ ടോപ്പ്. എടോ ഈ ടോപ്പില്ലേ നമ്മൾ അതിൽ കണ്ടപ്പോൾ ഇത്തിരി കൂടെ കട്ടി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ വളരെ തിന്നായിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് ഈ ചൂടത്ത് ഇടുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഇവിടെ നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനത്തെ നല്ല ക്യൂട്ട് ടോപ്സ് ആയിരുന്നു നൈസ് ആയിരിക്കില്ല. ഇതൊക്കെ നല്ല ഓർണമെന്റ്സ് ഒക്കെ വെച്ച് പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എനിക്ക് ചെറിയൊരു ലൂസ് ഉണ്ട് ഇവിടെ, പക്ഷെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇത് അത്യാവശ്യം ദാറ്റ് മീൻസ് എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ ഞാൻ ഇത്തിരി പൈസ, ഇതിന് 14 യൂറോ ആണ് ഇതിന്. ഈ ബാഗിന് ഇത് ടോട്ട് ബാഗ് അല്ലല്ലോ, ഇത് നോർമൽ ബാഗ് അല്ലേ. ടോട്ട് ബാഗ് ഈ സൈഡ് വരുന്ന ടോട്ട് ബാഗ് നോക്ക്, നൈസ് അല്ലേ. ബ്രൗൺ ഇത് ആക്ച്വലി ബ്രൗൺ വിത്ത് ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ്. പക്ഷെ നല്ല ഭംഗിയാണ്. അകത്ത് സിബൊക്കെ ഉണ്ട്. നോർമലി ഇപ്പം നമ്മൾ H&M, സാറ അവിടെയൊക്കെ പോകുമ്പോൾ മോസ്റ്റ്ലി ഇങ്ങനത്തെ ബാഗിന് സിബില്ലല്ലോ ഡി നമ്മൾ കാണാറുള്ളത്. സിബ് ഉണ്ടാവാറുണ്ടോ? ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ 2-3 ബാഗ് ഉണ്ട് H&M വാങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിനൊന്നും സിബില്ല. ഓപ്പൺ ആണ് അത്. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തുന്നത് അങ്ങനത്തെയൊക്കെ മാത്രമാണ്. ഇതിനുള്ളിൽ സിബ് ഉണ്ട്, പിന്നെ ഇതിനുള്ളിൽ സിബ് ഉണ്ട്, പിന്നെ അല്ലാതെ ഇവിടെ ചെറിയൊരു പോലത്തെ ഇതുണ്ട്. ഓക്കെ, ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് ഇത്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഇട്ട് നടക്കണം. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നി. പക്ഷെ ആക്ച്വലി നൈസായത്. ഞാൻ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല, പുതിയ തന്നെ. ഓക്കെ, ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ലാപ്പിലൊക്കെ നമ്മളിങ്ങനെ ഫണ്ണായിട്ട് വേണേൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കൺട്രോളിൽ വെക്കാൻ, ഡിലീറ്റിൽ വെക്കാൻ, അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് സ്റ്റിക്കേഴ്സ്. അതും ഐഷോടെ പലറ്റ സെയിം തന്നെയാണ്. ഇത് ഒരു പേഴ്സ് കട ഇടാനും പറ്റും. അത്രയ്ക്ക് കുഞ്ഞു പേഴ്സ് ഡിഫറെൻറ്റ് സൈസിലും കളറിലും ഉണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതാണല്ലോ. ഈ ബാഗിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ പറയാം. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന അപ്പം പുറത്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് 2-3 ഗേൾസ് നേപ്പാളിലല്ലേ അവർ നേപ്പാളി ഗേൾസാണ്. അപ്പം ആ കുട്ടി ഇന്ന പോലെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ നല്ല ബാഗ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടുന്ന് H&M എന്നാണോ? കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ ക്യൂട്ടാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ. അപ്പോൾ അവൾ പറഞ്ഞു, നോ ഇത് ഞാൻ ഷീനിന്നോ ടെമൂന്നോ എന്തോ വാങ്ങിയതാ, ഇത് വളരെ ചീപ്പാ. അപ്പോൾ ഞാൻ ആണോ? അപ്പോൾ തന്നെ ആ കുട്ടി എനിക്ക് എൻ്റെ ഫോണിൽ ടെമൂലെടുത്ത് കാണിച്ചു തന്നെ ഇതാണ്. അപ്പോൾ നോക്കിയപ്പോൾ 3 യൂറോ 5 യൂറോ കാണിച്ചേക്കുന്നു, എന്തോ ഡിസ്കൗണ്ടിൽ വന്ന് 3 യൂറോ. അപ്പോൾ പിന്നെ ഞാൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, നല്ലതല്ലേ. പക്ഷേ ഇപ്പൊ വന്നപ്പോ എനിക്ക് സംശയമുള്ളത് ഇത് കുറച്ച് ചെറുതാണ്. ആ കുട്ടികൾ കുറച്ചുകൂടെ വലുതായിരുന്നു, രീതി ഉണ്ടായിരുന്നു. ബിക്കോസ് ആ കുട്ടി ഇങ്ങനെ നമ്മൾ ഈ നേരത്തെ ഒരു ബാഗ് കാണിച്ചില്ല, ആ ബാഗ് പോലെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുമായിരുന്നു. ഇത് ചിലപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട്. വീണ്ടും പേഴ്സുകളാണ്. യെസ്, പേഴ്സുകൾ. ആക്ച്വലി ഇനിയെല്ലാം പേഴ്സുകളേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ കാണിച്ചിരിക്കുന്നു. ഇത് ഒരു നമ്മള് പേളിന്റെ ഒരു നെക്ലസ് പോലെ വരുന്നത്, അതും മറ്റേ സ്റ്റിക്കേഴ്സ്. മെഷറിംഗ് ടേപ്പ്. യെസ്. പിന്നെ ആക്ച്വലി ഇന്ന് ഞാൻ വാങ്ങിയതാണ് ഇതൊക്കെ. ഇതും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാമെന്ന്, ഇന്ന് ഫ്രീ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ചെയ്തില്ല, പിന്നെ ടൈം കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു.
ആരുടെ അത് കഴുത്തെ വെക്കുന്നിന്റെ? എന്റെ അല്ല, നിന്റെ. ഒരുമിച്ചല്ലേ വെക്കണ്ടേ? അല്ല, രണ്ടും അങ്ങനെ പേർ ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടോ നോക്കാം. രണ്ടും കൂടെ വെക്കുന്നെങ്കിൽ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 1 by 1 വെക്കും. നല്ലല്ലേ? ഫ്ലവറാണ് ഇത്. പാള് നൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങൾ. സോ അതായിരുന്നു നമ്മളുടെ ടെമു ഹോൾ. ഇതിൽ പല സാധനങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരിക്കും, പക്ഷെ നിറയെ ടൈപ്പ് ഓഫ് പേഴ്സസ്, ഇങ്ങനെ കുഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾക്ക് വേണ്ടിയൊക്കെ മേടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് ഇവിടുത്തെ ഐ തിങ്ക് മിഷോ പോലെയാണ്, ഒരുപാട് നമ്മൾ തേടി റിവ്യൂ കണ്ട് നല്ലതൊക്കെ നമ്മളിങ്ങനെ നോക്കി മേടിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെക്കാട്ടിലും ഇവിടെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? പിന്നെ ഐ തിങ്ക് ഈ ടെമ്പിളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഇപ്പം നമ്മൾ 10 പ്രോഡക്ട്സ് ഓർഡർ ചെയ്താലും അവരെല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. 10 ദിവസം ഓർഡർ പക്ഷെ കുറച്ച് താമസിച്ചാൽ പോലും അത് കുറച്ച് താമസിക്കും, പക്ഷെ എല്ലാം ഒരു പാക്കറ്റിൽ വലിയൊരു ഹ്യൂജ് ഒരു കവറിലാക്കിയാണ് അവർ. ഇതേപോലെ സഞ്ചി പോലത്തെ നമ്മള് ലൈക്ക് ഫ്ലിപ്കാർട്ടിന്റെ കവർ പോലെ പ്ലാസ്റ്റിക് കവർ, വലിയൊരു പ്ലാസ്റ്റിക് കവറിൽ എല്ലാം, അത് എത്ര ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കവറുകളാണ്, എല്ലാം അതിലിട്ട് ഒന്നും മിസ്സാവില്ല, എല്ലാം അതിൽ തന്നെ ഉണ്ടാവും. ആക്ച്വലി അത് നല്ലൊരു കാര്യമാണ്. കുറച്ച് ഡിലേ ആവുന്നുണ്ട്, കുഴപ്പമില്ല. അവര് പക്ഷെ അതിൽ മെൻഷൻ ചെയ്തേക്കും ഇത്ര ദിവസത്തിന് ശേഷമാണ് വരുന്നതെങ്കിൽ €5 അവർ ക്രെഡിറ്റ് ചെയ്യും അക്കൗണ്ടിൽ. ഡിലേ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ. ഇതും ലാപ്ടോപ്പിൽ ഒട്ടിക്കും. എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.